ആദ്യമായി സ്വഹാബാക്കളിൽ നമ്മൾ പഠിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമാണ്. 30 വർഷമാണ് ഖലീഫമാരുടെ ഭരണം. അൽ ഖിലാഫത്തു ബഅദി 30 ആമ. എൻ്റെ ശേഷം 30 വർഷമായിരിക്കും ഖിലാഫത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 30 വർഷം ഖലീഫമാരുടെ ഭരണം, പിന്നീട് അതിനുശേഷം മുലൂഖിയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഖലീഫമാരിൽ ഒന്നാമത്തെ ഖലീഫയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളെ എല്ലാവരെയും സ്നേഹിക്കൽ ബാധ്യതയാണ്. സ്വഹാബാക്കളോടുള്ള സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ്. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം നാം സ്നേഹിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. എനിക്കിഷ്ടം ഉമറിനെയാണ്, എനിക്കിഷ്ടം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. എല്ലാവരെയും സ്നേഹിക്കണം. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ മറ്റൊരാളെ മുൻകടത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ അദ്ദേഹത്തിൻ്റെത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിബായി, കൂട്ടുകാരനായി തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഹിജ്റയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, ഗുഹയിൽ ഹിജ്റയുടെ സമയത്ത് സൗറിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരുന്ന ഒരു ദിവസമാണ് ഖൈറും മിൻ ഉമർ വ ആലി ഉമർ, ഉമറിനേക്കാളും ഉമറിൻ്റെ കുടുംബത്തെക്കാളും ഖൈറായിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ സ്ഥാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിന് ജമാഅത്ത് നിർവഹിക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ രോഗശയ്യയിൽ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് മരണവേദന ആ അവസാന ഘട്ടങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിയുമ്പോൾ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് ആര് നേതൃത്വം നൽകണം? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമത്ത് നിർത്തണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. ഒരിക്കൽ അബൂദർദ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആലയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അബൂബക്കറിന്റെ മുന്നിലൂടെ നീ നടക്കുകയാണോ അബൂദർദ? അബൂബക്കറിന്റെ മുന്നിലൂടെയാണോ നിങ്ങൾ നടക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു തആലയുടെ സ്ഥാനം സൂചിപ്പിക്കുന്ന വേറെയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആ ചോദ്യത്തിനൊരു അർത്ഥമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് സംസാരിച്ചാൽ, ഒരാളോട് ഇടപഴകിയാൽ അയാൾ കരുതും എന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അത്രമാത്രം സുന്ദരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റവും പ്രവാചകന്റെ ഇടപഴകലും. മഹാനായ സ്വഹാബി കരുതിയത് അദ്ദേഹത്തെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ആ മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം ഫഖുൽതു മിന റിജാൽ, പുരുഷന്മാരിൽ ആരാണ് നബിയെ? പുരുഷന്മാരിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംർ ഇബ്നു അസ് എന്ന ഉത്തരം കിട്ടും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി അബൂഹ, ആയിഷയുടെ ഉപ്പയെയാണ് എനിക്ക് പുരുഷന്മാരിൽ ഏറ്റവും ഇഷ്ടം. ഫഖുൽതു സുമ്മമൻ, അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, ശരി അബൂബക്കർ ആണ് പുരുഷന്മാരിൽ ഒന്നാം സ്ഥാനമെങ്കിൽ രണ്ടാം സ്ഥാനം എനിക്കുണ്ടായിരിക്കും. കാരണം അത്ര അടുത്താണ്, അത്ര സ്നേഹത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്നോടുള്ള പെരുമാറ്റം. സുമ്മമൻ,
പിന്നെ ആരാണ് അള്ളാഹുവിൻ്റെ റസൂലെ? സുമ ഉമർ, അടുത്തത് ഉമറാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ച രൂപത്തിലല്ല ഉത്തരം വന്നത്. ഫസഖത്ത മഖാഫത അൻ യജഅലനി ഫി ആഖിരിഹിം. അദ്ദേഹം ചോദ്യം നിർത്തി. ഇനി അഥവാ ചോദിച്ച അവസാനത്തിലാണെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എൻ്റെ പേര് പറയുന്നത് എന്ന് കരുതി അദ്ദേഹം ചോദ്യം നിർത്തുകയാണ്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വ്യക്തികളോടുമുള്ള പെരുമാറ്റവും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി വെച്ചതും വളരെ ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടതാണ്. ഒരാളോട് ഇടപഴകുമ്പോൾ ഈ മനുഷ്യൻ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് സ്വഹാബാക്കളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സംശയത്തോടുകൂടെ, അല്ലെങ്കിൽ ആദ്യമായി പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ദീന് കേൾക്കുമ്പോൾ തെല്ലൊന്ന് ആലോചിച്ചതിന് ശേഷമാണ് അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ കേൾക്കേണ്ട താമസം സദ്ദഖ്തു, അള്ളാഹുവിൻ്റെ റസൂലെ ഞാനിതാ അങ്ങയെ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ ജാഹിലിയത്തിൽ അദ്ദേഹത്തിന് ഷിർക്കോ ആ രൂപത്തിലുള്ള മദ്യത്തിൻ്റെ ആസക്തിയോ, തിന്മകൾ നിറഞ്ഞൊരു സമൂഹത്തിൽ തിന്മകളിൽ നിന്നെല്ലാം മാറിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ് അബ്ദുള്ള ഇബ്നു അബി ഖുഹാഫ അത്തൈമി അൽ ഖുറശി. അബ്ദുള്ള എന്നതാണ് അദ്ദേഹത്തിൻ്റെ നാമം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപ്പ ഉസ്മാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അബൂ ഖുഹാഫ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹം നരബാധിച്ച് വരുമ്പോൾ കളർ പൂശുവാൻ, ചുവപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്ന രംഗവും, അവസാന സമയത്ത് വാർദ്ധക്യത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന രംഗവുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഖുഹാഫയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപ്പ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ ആമിറാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വല്ലിപ്പ. ഏഴാമത്തെ വല്ലിപ്പ മുറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഏഴാമത്തെ വല്ലിപ്പ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലേക്ക് ആ രണ്ട് കണ്ണികൾ കൂട്ടിമുട്ടുന്നത് ഏഴാമത്തെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വല്ലിപ്പയിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ ഉമ്മുൽ ഖൈർ, അവരുടെ യഥാർത്ഥ പേര് സൽമ ബിൻത് സഹർ അഥവാ ഉമ്മുൽ ഖൈറാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ. ചുരുക്കം ചില സ്വഹാബികളിലാണ് കുടുംബം, ഉപ്പയും ഉമ്മയും ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. ശക്തമായ പരീക്ഷണമാണല്ലോ കുടുംബത്തിൽ ഉമ്മയും ഉപ്പയും എതിരാവുക. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ഉപ്പ ഷിർക്കിലായിരിക്കും. ഉപ്പ ഇനി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ ഉമ്മ ഷിർക്കിലായിരിക്കും. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ, ഒരു വലിയ പരീക്ഷണമാണത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പ, ഉമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, മക്കൾ ഇവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരെല്ലാവരും സ്വഹാബികളുമാണ് എന്നത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രത്യേകതയാണ്. ചുരുക്കം ചില സ്വഹാബികൾക്കാണ് ഇങ്ങനെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 4 ഭാര്യമാർ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു വിവാഹം ജാഹിലിയത്തിലാണ്, ഒരു ഭാര്യ ജാഹിലിയത്തിലാണ്, 3 പേർ ഇസ്ലാമിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ ഭാര്യ ഖുതൈല, അവർ മുസ്ലിമല്ല, ജാഹിലിയത്തിലെ ആണ് അവരുമായിട്ടുള്ള വിവാഹം. നബുവത്തിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു എന്ന അഭിപ്രായം നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ മകളാണ് അസ്മാ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് വീരചരിത്രങ്ങൾ രചിച്ച മഹദിയാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ പോകുന്ന സമയത്ത്
ഭക്ഷണവുമായി കടന്നു വരുന്നത് ഇവരാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൂർണ്ണ ഗർഭിണിയായി ഹിജറ പോകുന്ന അവരുടെ ചരിത്രം, ത്യാഗം തുളുമ്പുന്ന അവരുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. 450 കിലോമീറ്ററുകൾ താണ്ടി പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഹിജറ പോകുന്ന രംഗം നമുക്ക് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം തിരിച്ചറിയും. കാരണം ഇന്നും മക്കയിലെ മരുഭൂമിക്ക് ആ ചൂടുണ്ട്. അവിടെയുള്ള കരിങ്കല്ലുകൾക്ക് ഇന്നും ആ മൂർച്ചയുണ്ട്. ഈ കരിങ്കല്ലുകളും മരുഭൂമിയും താണ്ടി അത്രയും ദൂരം കാൽനടയായി അവർ നടന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റ പോകുന്ന സമയത്ത് വീട്ടിലേക്ക് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് വന്ന് ശത്രുക്കൾ ആക്രമിക്കുന്നതെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇവരുടെ മകനാണ്, ഈ മഹദിയുടെ മകനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ മറ്റൊരു മകനാണ് അബ്ദുല്ലാഹിബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഉമ്മു റൂമാൻ ബിൻത് ആമിർ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് വീരചരിത്രങ്ങൾ രചിച്ച മഹദിയാണ്, മഹാപ്രതിഭയാണ്. ഹദീസിന്റെ മേഖലയിൽ കൈവച്ച ഏറ്റവും അധികം ഹദീസുകൾ ലോകത്തെ പഠിപ്പിച്ച മഹദി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം വരും തലമുറക്ക് പകർന്നു കൊടുത്തത് കർമ്മശാസ്ത്രത്തിന്റെ ഫിഖ്ഹിലെ 4/1 ആയിഷ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ് ലോകം കേട്ടിട്ടുള്ളത്. ഒരുപാട് സ്വഹാബാക്കളുടെ അധ്യാപികയായിട്ടുള്ള ഫിഖ്ഹിന്റെ രംഗത്ത്, അതുപോലെ തന്നെ അറിവിന്റെ രംഗത്ത് ഇസ്ലാമിൽ വലിയ സേവനങ്ങൾ ചെയ്ത മഹദിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹുവും അവരുടെ മകനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഉമ്മു റൂമാൻ 2 മക്കൾ, ഒന്ന് ആയിഷ, മറ്റൊന്ന് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ. ഒന്നാമത്തെ ഭാര്യയിൽ അസ്മ, അതുപോലെ തന്നെ അബ്ദുള്ള, 2 മക്കൾ. മൂന്നാമത്തെ ഭാര്യ അസ്മ ബിൻത് ഉമൈസ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവരുടെ ഒരുപാട് ഉമർ റളിയല്ലാഹു തആലയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട രംഗത്തെല്ലാം അവരുടെ ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഭാര്യയാണ് അസ്മ. എല്ലാവരെയും ഇഷ്ടമാണ്, എന്നാൽ ഒരടുപ്പം കൂടുതൽ അവരോടുണ്ടായിരുന്നു. അവരാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണപ്പെടുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിച്ചിട്ടുള്ളത്. വസിയത്തായിക്കൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭാര്യയായ അസ്മാഇനോടാണ് പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുമെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ജനാസ കുളിപ്പിക്കലെന്ന് ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ പൗരോഹിത്യം സൃഷ്ടിച്ചതാണ്. ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഈ വസിയത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിലുള്ള അസ്മ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ മൂന്നാമത്തെ ഭാര്യയാണ്. ജഅഫർ തയ്യാർ ആദ്യം വിവാഹം കഴിക്കുകയും പിന്നീട് അവരുടെ വഫാത്തിന്, അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു തആല അൻഹുവും വിവാഹം കഴിച്ചു എന്ന് കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് അസ്മായിലുണ്ടായ മകനാണ് മുഹമ്മദ് ബിൻ അബീ ബക്കർ. അതുപോലെ തന്നെ അവസാനത്തെ ഭാര്യയാണ് ഹബീബ ബിൻത് ഖാരിജ. അതിൽ ഒരു മകളാണ് ഉമ്മു കുൽസൂം എന്ന ഒരു മകളും അതിൽ ജനിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം കുറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞാണ് അവരെ പ്രസവിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 4 ഭാര്യമാർ, അതിൽ 6 മക്കൾ, 3 ആൺമക്കൾ, അതുപോലെ തന്നെ മറ്റു 3 പെൺമക്കളും എന്ന് നമുക്ക് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ കാണുവാൻ സാധിക്കും. അസ്മ, ആയിഷ, ഉമ്മു കുൽസൂം എന്നിങ്ങനെ 3 പെൺമക്കൾ. ഇതിൽ ഉമ്മു കുൽസൂം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം കുറഞ്ഞ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ജനനം എന്ന് കാണാം. വഫാത്താകുന്നതിൻ്റെ മുമ്പ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്, ആയിഷ, നിന്റെ 2 സഹോദരിമാരെയും 3 സഹോദരന്മാരെയും നല്ല രൂപത്തിൽ നോക്കണം എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്.
ആ സമയത്ത് 3 സഹോദരന്മാരും അസ്മ എന്ന ഒരു സഹോദരിയുമാണുള്ളത്. എന്നാൽ അബൂബക്കർ തന്നെ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസൂം ജനിക്കുകയാണ്. ഇസ്രാ മിഅ്റാജിൻ്റെ യാത്ര കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചെത്തിയപ്പോൾ കുറച്ചൊന്നുമല്ല പരീക്ഷിക്കപ്പെട്ടത്. സമൂഹം മുഴുവൻ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ഇതാ ഞങ്ങൾ ഇത്രയും നാൾ മുഹമ്മദ് മജ്നൂനാണെന്ന് പറഞ്ഞു, ഇപ്പോഴിതാ ഇന്നലെ ഒരു പുതിയ വാർത്തയുമായി വന്നിരിക്കുന്നു, 7ാം ആകാശത്തിലേക്ക് ചെന്നു എന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയെന്നും മുഹമ്മദ് പറയുന്നു എന്ന് പറഞ്ഞ് മക്കയിൽ സ്വഹാബാക്കളെ ശക്തമായി പരിഹസിക്കുകയാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ഇതേ പരിഹാസവാക്കുകൾ പറഞ്ഞപ്പോൾ, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? മുഹമ്മദ് ചെന്നു, മുഹമ്മദിൻ്റെ ആകാശാരോഹണവും ഈ വാർത്തകളും നീ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തിരിച്ചുള്ള ഒരേ ഒരു ചോദ്യം, അവ ഖാല ദാലിക്, ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണോ? പറഞ്ഞതാണ് എങ്കിൽ ഞാൻ സത്യപ്പെടുത്തുന്നു. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട്. ഏതു വിഷയത്തിലും ഇസ്ലാം സ്വീകരിക്കുന്നതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേൾക്കേണ്ട താമസം അംഗീകരിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിൽ 4 നിലപാടുകൾ വളരെ പ്രസിദ്ധിയുള്ള അല്ലെങ്കിൽ ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള 4 നിലപാടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്തുള്ള അബൂബക്കർ റളിയല്ലാഹു തആല നിലപാട്, ബനു സഖീഫിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ച നിലപാട്, യൗമുദ്ദാർ വീടിനു ചുറ്റും അക്രമികൾ വളഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട്, അതുപോലെ തന്നെ യൗമുൽ മിഹ്ന മുഅ്തസിലിയാക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല മഖ്ലൂക്കാണ് എന്ന വാദം പറഞ്ഞ് പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുള്ളയുടെ ഇമാമുസുന്നയുടെ നേതൃത്വത്തിലുള്ള ഇമാമുസുന്ന സ്വീകരിച്ച നിലപാട്. ഈ 4 നിലപാടുകൾ ചരിത്രത്തിലേറെ പ്രസിദ്ധമാണ്. അതിൽ ഒന്നാമത്തതാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്തുള്ള അന്നു സ്വീകരിച്ച നിലപാട്. ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ളുഹാ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തു നിന്ന് വിട പറയുന്നത് ഈ ഒരു സമയമാണ്. അടുത്ത ഖലീഫ ആരാകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചനകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് സൂചനകൾ. വഫാത്താകുന്നതിന് മുമ്പ് 3 ദിവസം മുസ്ലിമീങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഒരു പെണ്ണ് ഒരു സംശയം ചോദിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോൾ അടുത്ത വർഷം വരാൻ ആവശ്യപ്പെടുകയാണ്. ഇനി വരുമ്പോൾ ഞാനില്ല എങ്കിൽ ആര് എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കറാണ് ഞാനില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകിയതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമ്മു കുൽസൂമിന്റെ വീട്ടിലാണ്, അവരുടെ വീട്ടിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉള്ളത്. മരണവാർത്ത ആദ്യം കേൾക്കുന്നത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുവാണ്. സ്വഹാബാക്കളിൽ പലരും വലിയ പ്രതിസന്ധി അനുഭവിച്ച, എന്തു ചെയ്യണമെന്നറിയാതെ അവരുടെ കണ്ണുകളിൽ ഇരുട്ടു പടർന്ന ചില സ്വഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നില്ല. ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസമാണെങ്കിൽ ഏറ്റവും അധികം ദുഃഖിച്ചത് ഞങ്ങളെ തന്നെ മറന്നുപോയ ദിവസം എന്നെല്ലാം സ്വഹാബാക്കൾ ആ ദിവസത്തെ പറ്റി പറയുന്നുണ്ട്. അത്രമാത്രം സ്വഹാബാക്കൾ അവർ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ എല്ലാത്തിനേക്കാളും സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തു നിന്ന് വിട പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ പല സ്വഹാബാക്കളും വലിയ പ്രതിസന്ധി മാനസികമായി അവർക്ക് അനുഭവപ്പെട്ടു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും തൻ്റെ സ്വാഹിബ്, തൻ്റെ കൂട്ടുകാരൻ, ഏറെ സ്നേഹിച്ച ഹിജ്റയിൽ കൂടെ നിന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നറിയുമ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വരുന്ന രംഗം ചരിത്രത്തിൽ കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിയിൽ അദ്ദേഹം ചുംബിച്ചു. 2 പിരികങ്ങൾക്കിടയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചുംബിച്ച്, നബിയെ,
അങ്ങേക്ക് ജീവിച്ചിരിക്കുമ്പോൾ സുഗന്ധമാണ്, മരണപ്പെടുമ്പോഴും അങ്ങേക്കെന്തൊരു സുഗന്ധം. വാ സുഫിയ വാ ഖലീല, എൻ്റെ കൂട്ടുകാരാ എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുറത്തേക്ക് വരികയാണ്. പള്ളിയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രോഷാകുലനാണ്. തൻ്റെ പ്രവാചകൻ വഫാത്തായി എന്നത് ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇല്ല, എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ രൂപത്തിൽ പോയതാണ്, തിരിച്ചു വരും. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതികാര നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കോപം തിളച്ചുമറിയുന്ന സമയത്താണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, മദീനയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാവരും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. എന്നാൽ വികാരത്തെ വിശ്വാസങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തുന്ന, വൈകാരികതകൾക്കപ്പുറത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ അന്നത്തെ നിലപാട് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അടങ്ങിയിരിക്കുവാൻ പറയുകയും, അലാ റിസ്ലിക് ഉമർ, താങ്കളൊന്ന് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ കയറുകയാണ്. മൻ കാന യഅ്ബുദു മുഹമ്മദ് ഫഇന്ന മുഹമ്മദ് ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ് വഹുവ ഹയ്യ് ലാ യമൂത്ത്. ഇതാ, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചത് എങ്കിൽ മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചത് എങ്കിൽ വഹുവ ഹയ്യ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്ത്, അവന് മരണമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ശരീരത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും മരണപ്പെടുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി തെളിവുകൾ സഹിതം സ്വഹാബത്തിന് വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ തിരിച്ചു വിളിക്കുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സ്വഹാബത്ത് വീണ്ടും അവരുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കുകയാണ്. നമുക്കറിയാം ആ വിഷയങ്ങളെല്ലാം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും അലി റളിയല്ലാഹു തആല അൻഹുവും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് അറിയിക്കുകയാണ്, ഇതാ ബനു സഖീഫിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അബൂബക്കർ അവിടേക്ക് വരണം. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ജനാസ കുളിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ പേര് കാണാത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നേരെ ബനു സഖീഫിലേക്ക് യാത്ര തിരിക്കുകയാണ്. പിന്നീട് സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കർമ്മങ്ങൾ, ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിചരണങ്ങൾ അവർ നിർവഹിക്കുകയാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും കൂടെ ബനു സഖീഫിലേക്ക് യാത്ര തിരിച്ചു. അവിടെ അടുത്ത ഖലീഫയാരാകണം എന്ന ചർച്ചയിലാണ് അവിടെയുള്ള ഒരുമിച്ച് കൂടിയിട്ടുള്ള അൻസാറുകൾ. ഒരുപാട് വിശദമായി പറയേണ്ട ഭാഗങ്ങളാണ്. അൻസാരികൾ മറ്റൊരാളെ അടുത്ത ഖലീഫയായി കണ്ടെത്തിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സംസാരിക്കുന്നു. ശരി, എങ്കിൽ അൻസാരികളിൽ നിന്നൊരു നേതാവും മുഹാജിറുകളിൽ നിന്നൊരു നേതാവും എന്ന ഒരു ഓപ്ഷൻ അൻസാരികൾ വെക്കുന്നു. ഒടുവിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഖുറൈശികളിൽ നിന്നായിരിക്കണം മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം വരേണ്ടത്, അതുകൊണ്ട് ഉമറിനെയോ അബൂബൈദയെയോ നിങ്ങൾ അംഗീകരിക്കണം എന്ന നിലപാട് ശക്തമായി തന്നെ അവിടെ പറയുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു ചോദ്യമുണ്ട്. ഇത് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ റസൂലിന്റെ സാഹിബാണ്. റളിയഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദീനിന അഫലാ നർല്ലാഹു ലിദുനിയാന. ഇത് അബൂബക്കറാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സാഹിബാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ദുനിയാവിന്റെ വിഷയത്തിൽ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലേ? അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ബൈഅത്ത് ചെയ്യേണ്ട താമസമോടെ കൂടി അൻസാറുകളെല്ലാം ചാടി എഴുന്നേറ്റുകൊണ്ട് അവരും ബൈഅത്ത് ചെയ്യുകയാണ്. മഹാനായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്. സ്വഹാബത്തിന്റെ ഇടയിൽ യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ, യാതൊരുവിധ അഭിപ്രായ തർക്കങ്ങളുമില്ലാതെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത ഖലീഫയായി പ്രഖ്യാപിക്കുകയാണ്. ഭരണത്തിലേറിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒന്ന്, പുതിയ കള്ളപ്രവാചകന്മാർ രംഗപ്രവേശനം ചെയ്തു. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഇത്തരം അപശബ്ദങ്ങൾ പ്രവാചകന്റെ വഫാത്തോടുകൂടെ ശക്തിപ്പെടുകയും അവർ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തപ്പോൾ അവരെ നേരിടേണ്ടി വന്നു. അതുപോലെ ചില ആളുകൾ സക്കാത്ത് നിഷേധിച്ചു, ചില ആളുകൾ മുർത്തദ്ദുകളായിപ്പോയി. മക്കയും മദീനയും അല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ, മക്കയും മദീനയും അഹ്ലുൽ ഇൽമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുവാനും പ്രവാചകന്റെ കയ്യിൽ നിന്ന് ദീനു പഠിക്കാനും അവസരം ലഭിച്ചവരാണ്. എന്നാൽ അത്രയധികം അറിവ് നേടാൻ കഴിയാത്ത മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, പുതുമുസ്ലിമീങ്ങൾ, അവർ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടുകൂടെ മുർത്തദ്ദായി പോകുന്ന സാഹചര്യമുണ്ടായി. ഈ മൂന്ന് വിഭാഗങ്ങളെയും കൃത്യമായി അബൂബക്കർ റളിയല്ലാഹു തആല നേരിടുകയും റിദ്ദത്തും മുർത്തദ്ദുകളുടെ ഫിത്നയും കള്ളപ്രവാചകന്മാരുടെ ഫിത്നയും സക്കാത്ത് നിഷേധികളുടെ ഫിത്നയും എല്ലാം അടിച്ചമർത്തി വിവേകത്തോടുകൂടെ ഇടപെട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭരണകാലഘട്ടത്തിൽ മുളച്ചു പൊന്തിയ ഫിത്നകളെ ഇല്ലാതാക്കിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹയോട് ഒരാൾ ചോദിച്ചു, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനാണോ സ്ഥാനം, അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസിനാണോ? അതിന് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് നൽകിയ മറുപടി, അൽ ഗുബാറു അല്ലദീ ദഖല ഫീ അൻഫി ഫറസി മുആവിയ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറും മിൻ മിസ്ലി ഉമർ ബിൻ അബ്ദുൽ അസീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുആവിയ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ കുതിരയുടെ മൂക്കിൽ തട്ടിയ ഒരു പൊടി, അതിന് പോലും ഉമർ അബ്ദുൽ അസീസിന്റെ സ്ഥാനമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളുടെ പ്രത്യേകത, സ്വഹാബാക്കളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. സ്വഹാബാക്കൾ കുറഞ്ഞ സമയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചിലവഴിച്ചതെങ്കിൽ പോലും അവർക്ക് നമ്മളെക്കാളെല്ലാം ഉന്നതമായ സ്ഥാനവും മഹത്വവുമുണ്ട്. അവരെ അറിയണം, പഠിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത്. വിശദീകരിച്ചു പറയേണ്ട ഒരു ഭാഗമാണ്, അത് നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിന് ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് സ്ഥാനങ്ങൾ ദീനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. വളരെ മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒട്ടിയ വയറുകളാണ്. പലപ്പോഴും വസ്ത്രം അദ്ദേഹത്തിൻ്റെ താഴ്ന്നിറങ്ങുന്ന രൂപത്തിലേക്ക്, തുണി കെട്ടാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും ഒട്ടിയ വയറുകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നല്ല ഒത്ത ഉയരമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്. അതുപോലെ തന്നെ കണ്ണുകൾ, കുഴിഞ്ഞ കണ്ണുകളുള്ള, നല്ല ഉന്തി നിൽക്കുന്ന നെറ്റിയുള്ള മനുഷ്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവസാന സമയത്ത് അദ്ദേഹത്തിന് മുടി നരബാധിച്ചിരുന്നു, അത് ചുവപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വളരെ മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വിപ്ലവങ്ങൾ തീർത്ത ഒരു വലിയ മനുഷ്യൻ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുകയും ആ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് റോം പിടിച്ചു കുലുക്കുന്നത്. ഈ മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ അദ്ദേഹം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പേർഷ്യ പിടിച്ചു കുലുക്കിയത്. ഒരു ചെറിയ മനുഷ്യൻ റോമും പേർഷ്യയെയും പോലെ അന്ന് തല ഉയർത്തി നിന്ന മഹാസാമ്രാജ്യങ്ങളെ പിടിച്ചുകുലുക്കാൻ മാത്രം വലിപ്പമുണ്ടായിരുന്നു
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. നല്ല ശുജാഅത്തുള്ള ധീരനായ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ബദർ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കൾ മുന്നിലേട്ട് വന്ന് മുസ്ലിമീങ്ങളെ, ദ്വന്ദ്വയുദ്ധമാണ് ആദ്യ ഭാഗം, 3 പേര് വരികയും മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഇറങ്ങിത്തിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തിരിച്ചു വിളിക്കുകയും, അബൂബക്കർ താങ്കളുടെ കൂടെ ഒന്ന് ജീവിച്ച് പൂതി തീരട്ടെ, താങ്കൾ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ശുജാഅത്തുള്ള ധീരനായ വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. സൽസ്വഭാവത്തിൻ്റെ അങ്ങേയറ്റത്തെ മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. ഹിജറ പോകുന്ന സമയത്ത് അയൽവാസിയായ അമുസ്ലിമായ മനുഷ്യനാണ് തടഞ്ഞു വെക്കുന്നത്. അബൂബക്കർ, താങ്കൾ ഈ നാട് വിട്ടു പോകാൻ പാടില്ല, താങ്കളെപ്പോലുള്ളൊരു മനുഷ്യനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനും താങ്കൾ ഈ നാട്ടിൽ നിന്ന് പോകാനും പാടില്ല, നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം നൽകാം, നിങ്ങളുടെ ദീനിൽ നിങ്ങൾക്ക് നിൽക്കാം എന്നു പറഞ്ഞ് ഇബ്നു ദുഹൈന അമുസ്ലിമായ ഒരു മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സംരക്ഷണം നൽകുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല, മദ്യത്തിൽ മതിമറന്ന ഒരു ജനത, മരിക്കുന്നത് പോലും മദ്യത്തിൻ്റെ ചഷകങ്ങളിലായിരുന്നെങ്കിൽ എന്ന് കവിതകളിലൂടെ സ്വപ്നങ്ങൾ കണ്ട ഒരു സമൂഹം, അവരിൽ മദ്യത്തിൻ്റെ രുചി അറിയാതെ ഉടുക്കാനും കിടക്കാനും പുതക്കാനും ബഹുദൈവാരാധനയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ഒരു സമൂഹത്തിൽ ഷിർക്കിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളർന്നു. ഉപ്പ ചെറുപ്പത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രമായി ഒരു വിഗ്രഹത്തെ നിർമ്മിച്ചു കൊടുത്തു. ആ വിഗ്രഹത്തിന്റെ മുന്നിൽ വന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം നൽകുമോ? അബൂബക്കറിന് വസ്ത്രമില്ല, നിങ്ങൾ എന്നെ ഉടുപ്പിക്കുമോ? ഉത്തരം നൽകാൻ കഴിയാത്ത, കേൾക്കാത്ത, കാണാത്ത വിഗ്രഹങ്ങളെ എടുത്ത് പുറത്തേക്കെറിഞ്ഞ് മുഴുവൻ ബഹുദൈവാരാധനയുടെ ചിന്തകളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എല്ലാവിധ നന്മകളും ഒത്തുചേർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായി. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഇതാ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വായിം നോമ്പുകാരുണ്ടോ? അന അബൂബക്കർ. അബൂബക്കർ തന്നെ മറുപടിയാണ്, അന, ഞാനുണ്ട്. അടുത്ത ചോദ്യം, ഇതാ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചവൻ ആരാണുള്ളത്? അബൂബക്കർ. ഞാനുണ്ട് നബിയെ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മിസ്കീനിനെ സഹായിച്ചവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവൻ? അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിച്ചോദിച്ച എല്ലാ നന്മകളും ഒരു ദിവസം തന്നെ, ഒരേ ദിവസം തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇതാ ഈ നന്മകൾ ഒത്തുചേർന്ന ഒരു മനുഷ്യൻ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷ വാർത്ത. ഏതെല്ലാം നന്മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുവോ ആ നന്മകളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നേറിയ മഹാനായ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാം സ്വീകരിച്ച് അടങ്ങിയിരിക്കുകയല്ല, ഇസ്ലാം സ്വീകരിച്ചു, ഇനി ഞാൻ ആരോടും പറയാതെ മാറി നിൽക്കട്ടെ, ഞാൻ ഒറ്റക്ക് നിൽക്കട്ടെ എന്നല്ല, തൻ്റെ അടുത്ത കൂട്ടുകാരിലേക്ക് ഉടനെ കൈമാറുന്നു സത്യദീനിൻ്റെ സന്ദേശം. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 5 പേർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രബോധനത്തു കാരണമായിക്കൊണ്ടാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 5 പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ പ്രബോധനം കൊണ്ടാണ്.
നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിക സന്ദേശം സ്വീകരിച്ച, നൂറുകണക്കിന് ആളുകൾക്ക് സംരക്ഷണമേകിയ മഹാനായ അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ചരിത്രത്തിൽ കാണാം. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിലെ സുന്ദരമായ ബാങ്കുലികൾ കേട്ടത് ബിലാൽ റളിയല്ലാഹു തആലയുടെ ചുണ്ടുകളിലൂടെയാണ്. അടിമയായ ബിലാലിനെ മോചിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. 7ഓളം അടിമകൾക്ക് അവരുടെ മോചനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ചരിത്രത്തിൽ കാണാം. ധനാഢ്യനായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരുപാട് 4000-ലധികം സ്വർണ്ണ ദിർഹമുകളുള്ള, വെള്ളി നാണയങ്ങളുള്ള ഒരു ധനാഢ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഔദാര്യവാനായിരുന്നു. അങ്ങേയറ്റം പണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച് ദരിദ്രനായിക്കൊണ്ടാണ് ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പകർത്താൻ, പഠിക്കാൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരുപാട് വലിയ പാഠങ്ങൾ ലോകത്തിന് സമ്മാനിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 13 അദ്ദേഹത്തിൻ്റെ 63ാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക സാമ്രാജ്യം മറ്റു ഭാഗങ്ങളിലേക്ക് കൂടെ വിശാലമാകുന്ന, ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഉയർന്നു വന്നിരുന്ന ഫിത്നകളെ അടിച്ചമർത്തി അതിനെ ഇല്ലായ്മ ചെയ്ത് ഇസ്ലാമിൻ്റെ തനതായ ആദർശത്തെ കാത്തു സൂക്ഷിക്കുവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സാധിച്ചു. വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ മറ്റു സ്വഹാബികളുടെ വിഷയങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.